എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന അത്ര പൈസ തന്നിട്ട് അവരെ കാണിച്ചു തരാൻ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ടല്ലോ. സത്യം പറയണം, ആരാ നിങ്ങള്? നീ ഒരുപാടങ്ങ് സംസാരിക്കുന്നുണ്ട്. നിന്നോട് പറഞ്ഞ കാര്യം മാത്രം ചെയ്. ഞാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഇവിടെ വന്ന എന്റെ ആവശ്യം എന്താ? അതറിഞ്ഞിട്ട് നിനക്കെന്താടാ കാര്യം? ചോദിച്ച കാശ് ഞങ്ങൾ തരുന്നില്ലേ? എന്നെ എതിർത്ത് സംസാരിക്കാറായോ? എന്നോട് കളിക്കാൻ നിക്കണ്ട. നീ എന്നെ എന്ത് ചെയ്യൂടാ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്കണ്ട. നിനക്ക് ഞങ്ങൾ ആരാണെന്ന് അറിയില്ല. അജിത്, നിങ്ങൾ എന്തിനാ ഇവനെ തടഞ്ഞത്? ആരാ നിങ്ങളെല്ലാം? നോക്കടാ മുസ്തഫ. ശരി, നമുക്കിടയിൽ ഒരു വൈരാഗ്യം എന്തിനാ? നിന്നെ കൊണ്ട് ഞങ്ങൾക്കൊരു സഹായം വേണം. അതിനു വേണ്ട കാശ് ഞങ്ങൾ തരും. എല്ലാം ശരിയായിട്ടാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നോക്ക് സാറേ, ഈ മുസ്തഫ ആരെയും പറ്റിക്കാറൊന്നുമില്ല. പറ്റിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിങ്ങളുടെ മകനോട് പറ. ശരി, ഞാൻ അവനോട് പറഞ്ഞോളാം. ആദ്യം അവരുടെ വീട് കാണിച്ചതാ. ശിവാനി, എന്തു പറ്റി? കുറച്ചു മുമ്പ് ഇളനീര് വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വേണ്ടെന്ന് പറയുന്നത്? പറ. എനിക്ക് വേണ്ട. നോക്ക് ശിവാനി, ഭാര്യ ഭർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത് ഭർത്താവിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല. ആരാ ഭർത്താവ്? ചേടാ, ഇതെന്താ? ഇത് എല്ലാം നന്നായിട്ട് പോയതാണല്ലോ, പെട്ടെന്ന് എന്താ പ്ലേറ്റ് ചേഞ്ച് ചെയ്ത് കളഞ്ഞു? ഓ, നീ ഭർത്താവാണോ? ശിവാനി, നീ എന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ സാരമില്ല. ഞാൻ നിന്നെ താലി കെട്ടിയില്ലേ, അപ്പൊ തൽക്കാലം ഭർത്താവായിട്ട് അംഗീകരിക്കുന്നേ. ഭർത്താവാണെങ്കിലേ ഭാര്യ ഇളനീര് വാങ്ങാൻ പറഞ്ഞു വിട്ടാ 2 ഇളനീര് വാങ്ങിച്ചോണ്ട് വരില്ല. പിന്നെ 3 വാങ്ങണമായിരുന്നോ? നിന്റെ തല. 1 വാങ്ങിയിട്ട് അതിൽ 2 സ്ട്രോ ഇട്ടിട്ട് 2 പേരും കൂടെ കുടിക്കും. എന്തി ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഇത് പറയാൻ ഇത്ര ബിൽഡപ്പ് ഒക്കെ വേണോ? ഇത്ര പെട്ടെന്ന് കുടിച്ചു തീർത്തോ? എന്താ നീ കണ്ടോണ്ടിരിക്കാണോ? വേഗം കുടിക്കേ. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാ മധുരവും മധുഗണം കരുതിയോ ചിറകിലായോ? നിങ്ങൾ ചോദിച്ച അഡ്രസ് ഇതാണ്. ശരിക്കും ഈ വീട് തന്നെയാണോ? അല്ലാഹുവാണ് സത്യം. ഇവിടെ ഉള്ള ആളെവിടെ പോയി? അവൻ വീട്ടിലേക്ക് പോയല്ലോ. എന്താ നിങ്ങളുടെ മുന്നിലൂടെ അല്ലേ പോയത്? കണ്ടില്ലായിരുന്നോ? ഷെടാ, ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? ഇവിടെ നടക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഈ വീട്ടിലുള്ളവരാണോ തവക്കൽ റഹ്മാനെ തേടി വന്നത്? ഇവർക്കും ആദിശേഷനും എന്തായിരിക്കും ബന്ധം? ഈ വീടും പരിസരവും നിരീക്ഷിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് തിരിച്ചു പോകാൻ പാടുള്ളൂ.
തീർന്നു തോന്നുന്നു. അയ്യോ ഇല്ല ശിവാനി, ഇതിൽ കുറച്ചും കൂടി ഉണ്ടെന്നേ. എന്നാ നീ കുടിച്ചോ. ഭാര്യയും ഭർത്താവും ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നതും ഒരേ പഴം രണ്ടാളും കടിച്ചു തിന്നുന്നതും ഒരിളനീര് ഇതുപോലെ രണ്ടുപേരും കുടിക്കുന്നതും ഇതൊക്കെ നിനക്ക് അഭിനയമായിട്ട് തോന്നുന്നുണ്ടോ? വെറുതെ താലി കെട്ടിയാൽ മാത്രം പോരാ, ഭർത്താവായിട്ട് പെരുമാറാൻ കൂടെ വേണം. നോക്ക്, മുഖത്ത് മുഴുവനായിട്ടുണ്ട്. സുന്ദരി, നീ ഇങ്ങനെ വന്നങ്ങ് പോയപ്പോഴേക്കും ഇത്രയ്ക്ക് മാറ്റങ്ങളോ? നീയും എന്റെ അടുത്ത് ഉണ്ടാവണമായിരുന്നു, നീയും കൂടി വേണമായിരുന്നു സുന്ദരി. നിന്റെ മുതലാളി സുന്ദരിക്കുണ്ടായ മാറ്റം കണ്ട് നീ ഒരുപാട് സന്തോഷിച്ചേനെ. ഒരു ഇളനീരം കൊണ്ട് ഇത്രയധികം മാറ്റങ്ങളോ? ഏയ്, ആരാ നിങ്ങള്? ആരാ നീ? ആരോട് ചോദിച്ചിട്ടാ ഇവിടെ കയറിയത്? സെക്യൂരിറ്റി ഇല്ലായിരുന്നു ഇവിടെ. അവനെന്താ കിടന്ന് ഉറങ്ങുകയാണോ? ഡോ സെക്യൂരിറ്റി. സർപ്പം വന്നിരിക്കുന്നു, സർപ്പം. ആരും കണ്ടറിവില്ലാത്ത സർപ്പം, ആരും കേട്ടറിവില്ലാത്ത സർപ്പം ഈ വീടിനു ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. ഒരിക്കലും തീരാത്ത പകയുമായി സർപ്പം, വിഷസർപ്പം. ദമയന്തി, ആരാ ഇത്? നിങ്ങൾ എന്താ സംസാരിക്കുന്നേ? ഇയാൾ ആരാണെന്ന് എനിക്ക് അറിയില്ലമ്മേ. ചോദിച്ചപ്പോ സർപ്പം വീടിന് ചുറ്റും ഇഴങ്ങി നടക്കുന്നെന്നൊക്കെയാ പറയുന്നേ. ഏയ്, ആരാടാ നീ? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ നിന്റെ ജോലി? സർപ്പത്തിന്റെ വാസന എന്റെ മൂക്കിൽ അടിച്ചു കയറി, അതുകൊണ്ടാ വന്നത്. ഈ വീടിന് ചുറ്റും സർപ്പം ഇഴഞ്ഞു നടക്കുന്നുണ്ട്. അപകടം, നിങ്ങളുടെ ജീവന് അപകടം സംഭവിക്കും. ഡേഞ്ചറോ? ഓ ഗോഡ്! ഇന്നലെ ഇവിടുന്ന് പാമ്പിന്റെ തോല് കിട്ടി. ഇയാളാണെങ്കിൽ ഡേഞ്ചർ എന്നും പറയുന്നു. ദൈവമേ, നീ തന്നെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. തനീഷ, നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇവൻ ആരാണെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ഇവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണം. അയാൾ ആരായാലും എന്താ? അയാൾ പറയുന്നതിൽ സത്യമുണ്ടല്ലോ. പാമ്പ് വന്നെന്ന് പറയുന്നത് കള്ളവാ. എന്തായാലും നിങ്ങൾ മകുടി ഊതി ആ പാമ്പിനെ പിടിച്ച് ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോവാമോ? ചുവന്ന നിറത്തിലുള്ള തോല് എന്ന് വെച്ചാൽ ആദിശേഷൻ. അപ്പോ ആദിശേഷൻ ഈ വീട്ടിലാണോ ഉള്ളത്? എന്താടോ അവിടെ തന്നെ നിൽക്കുന്നേ? പാമ്പിനെ കിട്ടിയോ? ഊത് ഊത്, മകുടി ഊത്. ഒരുപക്ഷെ ആദിശേഷൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മകുടി ശബ്ദം കേട്ട് പുറത്തേക്ക് വരേണ്ടതല്ലേ? ചേച്ചി, ചേച്ചിക്ക് ടെൻഷനൊന്നും ആവുന്നില്ലേ? ഇവൻ വന്ന് ഡേഞ്ചർ ആണെന്ന് പറയുന്നുണ്ട്. മോനും മരുമോളും കറങ്ങാൻ വേണ്ടി പോയിരിക്കാം. അവർക്കിനി എന്തെങ്കിലും സംഭവിക്കുമോ എന്തോ. ഏയ്, മിണ്ടാതിരിക്കടാ. അനിഷ്ടങ്ങളെ കുറിച്ചൊന്നും പറയാതെ. ഓ, അതങ്ങനെയല്ല അമ്മായി. ഏയ്, ഒന്നും മിണ്ടാതിരിക്കുക. പുറത്തുപോയ ആൾക്കാര്
സുഖമായിട്ട് വരട്ടെ എന്ന് പറയുന്നതിന് പകരം നീ അപശകനം പറയുകയാണല്ലോടാ. പുറത്തേക്ക് ആരാ പോയത്? എന്റെ മകനും മരുമകളും. അവർക്ക് എത്ര വയസ്സുണ്ടാവും? 23. അവൻ ജനിച്ച ദിവസം പറയാൻ പറ്റുമോ? അതെന്തിനാ നീ അറിയുന്നത്? നിനക്കെന്താ ജാതകം എഴുതാൻ അറിയാവോ? അതങ്ങനെയല്ല. ആ പാമ്പ് യുവാവിനെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിങ്ങൾ ജനിച്ച സമയം പറഞ്ഞു തന്നാൽ ഞാനൊരു പരിഹാരം കണ്ടോളാം. നല്ല പൗർണമി ദിവസം തന്നെയാണ് അവൻ ജനിച്ചത്. അതായത് ആദിശേഷൻ മരിച്ച ദിവസം. ആദിശേഷൻ പുനർജന്മം എടുത്തിരിക്കുന്നത് ഈ വീട്ടിലെ മകനായിട്ടാണോ? എത്രയും വേഗം ഈ കാര്യം അച്ഛനെ അറിയിക്കണം. അയ്യോ, എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? നിങ്ങളുടെ വീടിന് ചുറ്റും ഇഴഞ്ഞു നടക്കുന്ന ഈ സർപ്പം കാരണം നിങ്ങളുടെ മകനും മരുമകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന് ഒരവസാനം കാണണം. എന്തപകടം? അതിന് പരിഹാരമൊന്നുമില്ലേ? ഞാൻ പിന്നീട് വരാം, അപ്പോൾ പറയാം. അമ്മേ, എന്തൊക്കെയാ ഇത്? ഇയാൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? തൃശ്ശൂരിന് എന്തെങ്കിലും അപകടം? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ആ ദൈവം നമ്മളെല്ലാം രക്ഷിക്കും. ശിവാനി, സെൽഫി എടുത്തല്ലോ. ഒന്ന് ചിരിച്ചേ. ഇല്ല, ഞാൻ ചിരിക്കില്ല. അതെന്താ ശിവാനി? നീ ഉണ്ടല്ലോ, ചിരിക്കുന്ന സമയത്ത് എത്ര ഭംഗിയാണെന്നറിയോ? വേണമെങ്കിൽ നീ തന്നെ നോക്ക്, ഞാൻ നോക്കുന്നില്ല. ഓക്കെ ശിവാനി. അയ്യോ, ഫോട്ടോ എടുത്ത് പോയല്ലോ. ദൂരെ മാറി നിൽക്കുന്നോ? നോക്കിക്കോ, നീ തന്നെ വരുന്നത് പോലെ കാണിച്ചു തരാം. വാവ് ശിവാനി, നീയാണത്? ദേഷ്യത്തിലും എത്ര നന്നായിട്ടിരിക്കുന്നേ. സൂപ്പർ ആയിട്ടുണ്ട് ഫോട്ടോ. ഓ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. നോക്ക് നോക്ക്, നിന്നെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ തന്നെ നിന്നെ കണ്ടുവയ്ക്കുന്ന തോന്നുന്നേ. എന്ത് ചെയ്യാനാ, നിനക്ക് വേണ്ടാത്ത ഫോട്ടോ എനിക്കും വേണ്ട. ഇത് ഡിലീറ്റ് ചെയ്യാനേ തോന്നുന്നില്ല. പക്ഷെ നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നേ? തൃശൂൽ, ശരിക്കും എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടോ? അങ്ങനെ വെച്ചറിയില്ല, എനിക്ക് തോന്നി. എന്തായാലും നിനക്കത് കാണാൻ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. വേണ്ട വേണ്ട, ഒരു പ്രാവശ്യം ഞാനൊന്ന് കണ്ടോട്ടെ. ഇല്ല, ഞാൻ കാണിക്കുന്നില്ല. തൃശൂൽ, എനിക്കിതാ, വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ. ശരി, ഞാൻ കാണിച്ചു തരാം. പക്ഷെ എന്റെ ഫോൺ നിന്റെ കയ്യിൽ ഞാൻ തരില്ല. അതെന്താ? തൃശ്ശൂർ, നിനക്ക് നാണമില്ലേ? ഇത്രയും ഫോട്ടോ എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നേ? ആരോട് ചോദിച്ചിട്ട് എടുത്തേ? എന്നോട് അനുവാദം ചോദിച്ചോ നീ? ഒന്നും പറയണ്ട, നമ്മൾ ഡിവോഴ്സ് ആവാൻ പോവാ തൃശ്ശൂർ. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ അറിയാം, പക്ഷെ ഇത്രയും ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ? പറ തൃശ്ശൂർ, എന്തിനാ ഇത്രയും ഫോട്ടോ എടുത്തത്? തൃശൂൽ, ഞാൻ മൊബൈൽ ചോദിച്ചപ്പോ നീ എന്ത് ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഇങ്ങിത്താ. അതിന്റെ ആവശ്യം എന്താ നിനക്ക്? ഈ ആണുങ്ങളുടെ ഫോണൊന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഓഹോ, അതെന്താ? ഫോണില് വേറെ പെൺപിള്ളേരുടെ ഫോട്ടോ ഉണ്ടോ? ആ, ഉണ്ട്. ആരുടേതാ? എന്റെ ഗേൾഫ്രണ്ടിന്റെ. ആരാത്? സുന്ദരി എന്നൊരാളാ. സുന്ദരി എന്ന് പറഞ്ഞാ നമ്മുടെ പ്രാവല്ലേ? കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ. ഇല്ലില്ല, നമ്മുടെ പ്രാവിന് സുന്ദരി എന്ന പേരൊക്കെ വെക്കുന്നതിന് മുൻപേ തന്നെ എന്റെ ഫസ്റ്റ് ഗേൾഫ്രണ്ടിന്റെ പേരാ അത്. ആ പേരാണ് ഞാൻ പ്രാവിന് വെച്ചത്. അപ്പൊ എനിക്ക് മുമ്പ് വേറെ ആരോ ഉണ്ടായിരുന്നു അല്ലേ? ആരാവള്? അതൊന്നും ഞാൻ പറയില്ല. തൃശൂൽ, അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇങ്ങത്താ. ഞാൻ കാണിക്കില്ല. തൃശൂൽ, വെറുതെ കളിക്കല്ലേ? ഇങ്ങത്താ തൃശൂൽ. തൃശൂൽ. ശിവാനി, ശിവാനി കാലെന്ത് പറ്റി? എന്ത് പറ്റി ശിവാനി? ശിവാനി, 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 നിന്റെ കാലിനൊന്നും പറ്റിയില്ലായിരുന്നല്ലേ? എന്റെ ഫോൺ
അടുത്തേക്ക് വരണ്ട. എനിക്കത് ആരാന്ന് നോക്കിയേ പറ്റൂ. ശിവാനി പ്ലീസ് ആ ഫോൺ തന്നെ. അടുത്തേക്ക് വന്ന ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കാൻ പറഞ്ഞേക്കാം. വേണ്ട വേണ്ട വേണ്ട. എന്താ ഇത് തൃശൂൽ? ഇതിൽ എന്റെ ഫോട്ടോ മാത്രമല്ലേ ഉള്ളൂ. എന്തിനാ എന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്? നീയാണ് എന്റെ പ്രപഞ്ചം എന്ന് അറിയാലോ. പിന്നെ നിന്റെ ഫോട്ടോ അല്ലാതെ വേറെ ആരുടെ ഫോട്ടോ വെക്കാനാ? ശരി മതി, ഒരുപാട് നോക്കണ്ട, അങ്ങ് തന്നെ. തൃശൂൽ അടങ്ങി നിക്ക്, ഞാൻ ആദ്യം ഇതൊന്ന് നോക്കട്ടെ. ശിവാനി തൃശൂൽ, അന്ന് പ്രാവിനെ എന്റെ റൂമിലേക്ക് അയച്ചത് നീ ആയിരുന്നു. ആ പ്രാവിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായതാ. നിന്നെ കണ്ടപ്പോ എനിക്ക് തോന്നിയില്ലേ അതേ സ്നേഹം. അതുകൊണ്ടാ ആ സുന്ദരിയായ പ്രാവ് സുന്ദരിയായ നിന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ച് നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്. അപ്പോ ഞാൻ ഇത്രയും നാളും കരുതിയിരുന്നതൊക്കെ കള്ളമാണ്. ആ പ്രാവിനെ എനിക്ക് കൊണ്ടു തന്നത് ത്രിവിക്രമല്ലേ? അവനാണ് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു. അപ്പോ ശിവാനി നീ എന്തേ ആലോചിക്കുന്നേ? ഞാനീ ചെയ്തോന്ന് നിനക്ക് ഇഷ്ടമായില്ലേ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഞാനെന്തോ വേറെ ആലോചനയിലായിപ്പോയി. അല്ല, നിനക്ക് എന്നോടൊപ്പം ദേഷ്യമൊന്നും തോന്നില്ലേ? ഇതൊക്കെ കണ്ട് നിനക്ക് ദേഷ്യം വന്ന് എന്നോട് വഴക്ക് പറയാന്നുള്ള പേടിയായിരുന്നു. ഇപ്പോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ടിട്ടേ ഭൂമി കിഴക്കോട്ടേക്കല്ല പടിഞ്ഞാറോട്ട് കറങ്ങുവാണെന്ന് തോന്നിപ്പോവാ. എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് തൃശൂർ. ഞാൻ ഇത്രയും നാളും മനസ്സിലാക്കിയതൊക്കെ കള്ളമായിരുന്നു.